ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമ്മളുടെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് എന്താ പറയുന്നത് നോക്കാം. നമ്മുടെ കാർഡ്സ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇന്നത്തെ ദിവസത്തേക്ക് എന്താ നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മെസ്സേജ് വരുന്നത്. ലെറ്റ്സ് സീ. ഹൈ പ്രീസ്റ്റസ്, വേൾഡ് കാർഡ് ആൻഡ് പേജ് ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ. Okay. King of Wands, King of Pentacles, random. Wow. Okay. ഞാൻ ഒന്ന് ക്ലാരിഫിക്കേഷൻ എടുക്കാൻ ശ്രമിക്കുകയാണ് സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജസ്റ്റ് ഗിവ് മീ 1 minute പ്ലീസ്. ഓക്കെ, ഒന്ന് ഓക്കെ. എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഇവിടെ മറിഞ്ഞിരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ മറിഞ്ഞിരുന്നു. ചില കാര്യത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, ഓക്കെ, ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റക്കായിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷൻ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹിഡൻ മറിഞ്ഞിരുന്ന രീതിയിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, നിങ്ങൾ അതിൽ സ്റ്റക്കായിരുന്നു. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആക്ച്വലി നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ബട്ട് നിങ്ങൾ ആ ഇൻറ്റ്യൂഷൻ ഇതുവരെ ട്രസ്റ്റ് ചെയ്ത് കാണില്ല. ഓക്കെ, എവിടെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ട് നിന്നു എന്ന് തോന്നുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറയുന്നത് ശരിക്കും എനിക്കൊരു റൈറ്റ് ആൻസർ വന്നിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അങ്ങനെയില്ല. ഓക്കെ, ചിലപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പലതും നമുക്ക് പറഞ്ഞു തരും. സോ ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തിനെയോ വിട്ടു വരുന്ന ഒരു എനർജിയാണ്, നിങ്ങൾ വിട്ടു പോകുന്ന ഒരു എനർജിയാണ്. നിങ്ങളായിട്ട് വിട്ടുപോയതായിരിക്കാം. ഒരു സിറ്റുവേഷൻ നിങ്ങൾ വിട്ട് മാറി പോകുന്ന രീതിയിലാണ് എനിക്ക് കാണുന്നത്. ഒരു സിറ്റുവേഷൻ, അതായത് അവിടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, നിങ്ങൾക്ക് പലതും അവിടെ മറഞ്ഞിരുന്ന രീതിക്ക് ഉണ്ടാവും. ഒരു നമ്മൾ ആകെ അവിടെ എന്താന്നേ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ബ്ലൈൻഡായിട്ട് നമ്മൾ നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. കാര്യങ്ങൾ കാണാതെയല്ല, നിങ്ങൾക്ക് മനസ്സിലാവാതെയല്ല, പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടും, നമ്മൾ പറയില്ല ആക്ച്വലി, യെസ് അതാണ് പറയുന്നത്, നിങ്ങൾ അറിഞ്ഞിട്ടും ചില കാര്യത്തിൽ നിങ്ങൾ പെട്ട് നിന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ പുറത്തു വരാൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിടാൻ പോകുന്നു, നിങ്ങൾ അതിൽ നിന്ന് മാറാൻ പോകുന്നു എന്ന രീതിക്കുള്ള ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു കംപ്ലീഷൻ എനർജിയാണ്. ഞാൻ അതാണ് ഒന്ന് ക്ലാരിഫിക്കേഷൻ കൂടുതൽ ചോദിച്ചത്. അതായത് ഇതെനിക്ക് എന്തിനെ ആണ് കാണിക്കുന്നത്. സോ സം സൈക്കിൾ ഇസ് കംപ്ലീറ്റിംഗ്. ഓക്കെ, നിങ്ങൾ എന്തിലാണോ പെട്ടുന്നത് അതിൽ നിന്ന്, ആ സൈക്കിളിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് ആവുന്ന പോലെയാണ്. ആ സൈക്കിൾ, അതായത് നമ്മൾ പറയില്ല ഒരു സിറ്റുവേഷൻ നമുക്കറിയാം നല്ലതല്ല എന്നുള്ളത്. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ, പക്ഷെ നമ്മൾ അവിടെ വീണ്ടും വീണ്ടും അത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ തന്നെ നമ്മൾ വീണ്ടും പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ബട്ട് അതിൽ നിന്ന് നിങ്ങൾ അതിനെ വിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവിടെ ശരിക്കും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന പോലെയാണ്. ഓക്കെ, വാട്ട് എവർ യു അലൗഡ് ടിൽ നൗ. ഓക്കെ, നിങ്ങളെ പെടുത്തി വെക്കാൻ, അല്ലെങ്കിൽ എന്തിനാണോ നിങ്ങൾ സ്റ്റക്കായി നിന്ന് അതിൽ നമ്മൾ സ്വയം പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത്. ഓക്കെ, ഇത് സ്വയമാണ് പെട്ട് നിൽക്കുന്നത്, അല്ലാതെ ഈ സോഴ്സ് ഒരിക്കലും നിങ്ങളെ തടസ്സങ്ങളെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ഇവിടുന്ന് നമുക്ക് കണ്ണ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, കൈയും നമുക്ക് ഇവിടെ ടൈഡാണ്, കെട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ കാലുകൾ ഫ്രീ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ഇവിടെ ഇടയിൽ ഗ്യാപ്സ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നിറങ്ങാം എന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മേ ബി ഇതിനൊന്ന് പുറത്തൊക്കെ ഒന്ന് മാറി നടക്കുമ്പോൾ ചിലപ്പോൾ മേ ബി ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഇതിൽ നിന്ന് ഫ്രീ ആവാനുള്ള വഴികൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് നിങ്ങൾ അവിടെ ശ്രമിക്കാൻ തയ്യാറാവാതെ നിങ്ങൾ ഇതുവരെ ഒന്ന് പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് അവിടെ മനസ്സിലായി, ഇനി ഇതിൽ നിന്നിട്ട് കാര്യമില്ല, ഇനി ഞാനിങ്ങനെ നിന്ന് കൊടുത്തിട്ട് കാര്യമില്ല എന്ന രീതിയിൽ. സോ നിങ്ങൾ നിങ്ങളുടെ തന്നെ ഒരു പോസിറ്റിവിറ്റി തേടി നിങ്ങൾ പോകുന്ന പോലെയാണ്, നിങ്ങൾക്ക് നല്ലത് എന്തെങ്കിലും തേടി പോകുന്ന പോലെയാണ്. സോ ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീഷനാണ് എനിക്ക് കാണുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ മനസ്സ് അതിന് തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ വിചാരിച്ച് കാണും, ഇല്ല സാറിലെ പോട്ടെ, കുറച്ചുകൂടി ശ്രമിച്ചു നോക്കാം, നിന്ന് നോക്കാം, അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് കാണും. ബട്ട് ഇപ്പോൾ ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു ആക്ഷൻ, നിങ്ങളതിനെ ഇനി ഞാനിതിൽ പെട്ട് നിൽക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുമ്പോൾ, ഇനി എനിക്കിതിന് വേണ്ട, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോവാണ് എന്ന രീതിക്ക് ചിന്തിക്കുമ്പോഴാണ് ഇവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, നിങ്ങളൊരു ലെസൺ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയാം.
ആ ലെസൺ കംപ്ലീറ്റ് ആകുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന വളരെ നല്ല കാർഡ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് വരുന്നത് ലൈക്ക് ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. ഓക്കെ, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന പോലെയാണ്. നമ്മൾ പറയില്ലേ, ഇപ്പം ഒരു ജോലിയിലാണെന്ന് വിചാരിച്ചോളൂ, ജോലിയിൽ നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾ ഒരുപാട് ഓവർ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾക്ക് അവിടെ അപ്രിസിയേഷൻ ഇല്ല. എന്നാലും നമ്മൾ വിചാരിക്കും ഓക്കെ കുറേ ആയില്ലേ, ഞാൻ ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നു, പോട്ടെ, അങ്ങനെ ശ്രമിച്ചു നോക്കാം, കുറച്ചുകൂടി നിന്ന് നോക്കാം, കിട്ടിയാലോ ബെനിഫിറ്റ് കിട്ടിയാലോ എന്ന് നമ്മൾ ചിന്തിക്കും അല്ലേ. അതേപോലെ തന്നെ മേ ബി ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈവൻ ഫാമിലിയിൽ, റിലേഷൻഷിപ്സിൽ എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഓക്കെ, നമ്മൾ പിന്നെയും അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിനോ വീണ്ടും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ആ സൈക്കിൾ. ബട്ട് ഐ തിങ്ക് നിങ്ങൾ ഫൈനലി നിങ്ങൾ റിയലൈസ് ചെയ്യണം ദാറ്റ് ഇവിടെ ദിസ് ഇസ് നോട്ട് റൈറ്റ് ഫോർ മീ എന്ന രീതിയിൽ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നുണ്ടാവാം. സോ അതിൽ നിന്ന് ഇവിടെ നിങ്ങൾ പുറത്ത് വരുമ്പോൾ ആ ഒരു സൈക്കിൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു പാഠം നിങ്ങൾ പഠിക്കുന്ന പോലെയാണ്. ഓക്കെ, നമുക്ക് നല്ലതല്ലാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് ബെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും അതിൽ നമ്മൾ നിൽക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. സോ ഇവിടെ എന്താ പറയുക, ആ ഒരു ലെസൺ നിങ്ങൾ പഠിക്കുമ്പോൾ ആക്ച്വലി നിങ്ങൾ അങ്ങനെ പുറത്ത് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് മേ ബി ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇപ്പോൾ ജോലിയിലായിരിക്കാം, ജോലിയിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരുന്നു. ഓക്കെ, ജോലിയിൽ നിങ്ങൾക്ക് ലൈക്ക് വേറെ ജോലി കിട്ടുക, അല്ലെങ്കിൽ കുറേ കൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നു, നിങ്ങൾക്ക് ഗ്രോത്തിനുള്ള അവസരങ്ങൾ വരുന്നു എന്നാണ്. കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഗ്രോ ചെയ്യുന്ന ലെവലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ഒരു കരിയർ വൈസ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി വൈസും നിങ്ങൾക്കൊരു അബണ്ടൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി കിട്ടുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, ഒരു ബെറ്റർ ജോബ് കിട്ടുന്ന പോലെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഫൈനാൻഷ്യലി കുറെ കൂടി ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കും, നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആവുന്ന രീതിക്കും പറയാം. ഓക്കെ, നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിക്കായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങളുടെ ടാലൻസ്, കാര്യങ്ങൾ, കഴിവുകൾ, ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സമയങ്ങളാണ്. ഓക്കെ, ആക്ച്വലി വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. നിങ്ങളുടെ ഒരു ഗ്രോത്ത് അങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും, നിങ്ങൾക്ക് ഏണിങ്ങിൻ്റെ പൊട്ടൻഷ്യൽസ് വരും. ഏണിങ് മാത്രമല്ല, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളൊരു നമ്മൾ പറയില്ലേ കാര്യങ്ങൾ നിങ്ങളുടെ കൺട്രോളിൽ കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ആയിരിക്കും. സോ ഇവിടെ ആ ഒരു ഗ്രോത്തിൻ്റെ എനർജി നിങ്ങൾ കുറച്ചുകൂടി മെച്ചുവേർഡായിട്ട്, അതാണ് ഞാൻ പറയാൻ വന്നത്, നിങ്ങൾ കുറേ കൂടി മെച്ചുവേർഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. സോ ആ ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. പുതിയ അവസരങ്ങൾ അല്ലെങ്കിൽ പുതിയ ഗ്രോത്ത് എന്ന രീതിക്കാണ് നിങ്ങൾക്ക് കാണുന്നത്. ഇവിടെ നിന്നപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റാഗ്നൻ്റ് എനർജി, അതായത് നമ്മൾ പറയില്ല ഒരു പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. ബട്ട് ഇപ്പോൾ അതിൽ നിന്ന് വിട്ട് മാറുമ്പോഴാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും മുന്നോട്ട് വേറെ നല്ലത് വരുന്നത്. ഐ തിങ്ക് ഇവിടെ 2 of Cups കാണുന്നുണ്ട്. സോ ഞാൻ ജസ്റ്റ് ഈ വേൾഡ് കാർഡ് എൻഡിങ് ആണോ അല്ലെങ്കിൽ പുതിയ ബിഗിനിങ് ആണോ എന്നുള്ള രീതിയിലാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാനായിരുന്നു. ബട്ട് ഐ തിങ്ക് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഓക്കെ റിലേഷൻഷിപ്സിൻ്റെ കാര്യം കുറച്ച് പ്രത്യേകം കാണുന്നുണ്ട് എനിക്ക്. മേ ബി ഫ്രണ്ട്ഷിപ്സ്, റിലേഷൻഷിപ്സ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, എൻസി കണ്ടു സ്റ്റക്കായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന പോലെയാണ്. സോ ഇവിടെ മേ ബി പുതിയ ഫ്രണ്ട്ഷിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. ഓക്കെ, ഒരു പുതിയ ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, റിലേഷൻഷിപ്പ് ആയാലും ശരി, ബിസിനസ് ആയാലും ജോലി ആയാലും ഒക്കെ നിങ്ങൾക്ക് വേറൊരു നല്ല ഓഫർ വരുന്ന പോലെ, ഓക്കെ, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്സ് കിട്ടുന്ന പോലെ, നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് കാണുന്നത്. നല്ല സ്ട്രോങ് റിലേഷൻഷിപ്സ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. ബട്ട് അതിന് ചില കാര്യങ്ങൾ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്ന ഒരു എനർജി ഉണ്ട് എനിക്ക്. ആൻഡ് ഈ ഒരു തീരുമാനം പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് വരണം അല്ലേ. സോ ഇതെടുക്കാൻ നിങ്ങൾ മടിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നമ്മളെന്താ വിചാരിച്ചാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് ദാറ്റ് ഇവിടുന്ന് ഞാൻ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ നല്ലത് വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്ക് എപ്പോഴും. ഓക്കെ, ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇനി നിങ്ങൾ മടിച്ച് നിൽക്കാതിരിക്കുക. നിങ്ങളിതിന് വിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഫ്യൂച്ചറാണ്, ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ്. ഇവിടെ ഈ ഭാഗത്ത് നോക്കൂ, ഫുൾ സങ്കടം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ഇരുണ്ടിങ്ങനെ ആ ഒരു ഇതാണ് ഈ ഭാഗം നോക്കൂ. സോ അതന്നെ നമുക്കൊരു നമുക്ക് മനസ്സിലാക്കാം. കാർഡിൻ്റെ കളറ്, കാര്യങ്ങൾ, യെല്ലോ കളർ, പോസിറ്റിവിറ്റി, ഹോപ്പ്. ഇവിടെ ബ്ലൂ കളർ ഉണ്ട്, സമാധാനം, പീസ് എന്നൊക്കെ പറയാം. സോ അങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ഇവിടെ എന്താണോ നിങ്ങൾ പിന്നിൽ ഉപേക്ഷിക്കുന്നത്, ഓക്കെ, അത് തന്നെ ചിലപ്പോൾ തിരിച്ച് കിട്ടാം, ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, അതിൽ തന്നെ ചിലപ്പോൾ സിറ്റുവേഷൻ ബെറ്റർ ആവുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് നല്ലത് വരാനുണ്ടെന്നായിരിക്കാം. ഓക്കെ, എന്ത് വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, അത് പുതിയതാണോ ഈ പഴയത് തന്നെ കിട്ടുകയാണോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഓക്കെ, ആദ്യം പക്ഷേ നിങ്ങൾ എന്തിലാണോ പെട്ട് നിൽക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ ആദ്യം നിങ്ങൾ ധൈര്യം കൊണ്ടുവരും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. സോ റിയലൈസേഷൻസ് വരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് വിട്ടുകൊടുത്തിട്ടുണ്ടാവും. ബട്ട് അതിൽ നിന്നൊക്കെ നിങ്ങളോട് പറയുന്നത് ആ സൈക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് നിങ്ങൾക്ക് സമാധാനം, പീസ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, സോ വളരെ നല്ല റീഡിങ്. ആക്ച്വലി ഈ ഒരു ഇത് വിട്ട് കളയാൻ വിഷമമുണ്ടാവും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ. ബട്ട് ഐ തിങ്ക് ഇവിടെ ഹിഡൻ സീക്രറ്റ്സ് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ള രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ചില കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കുന്ന പോലെയാണ്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും ഒരു ന്യൂസ് കിട്ടും,
അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാൻ ഐ തിങ്ക് പറ്റും. ഓക്കെ, ഓക്കെ, അങ്ങനെ പറയാം. ദാറ്റ് നിങ്ങൾ ഈ ചില കാര്യങ്ങൾ ഇവിടെ റിയലൈസേഷൻ വരുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഐ തിങ്ക് നിങ്ങൾ ഈ പെട്ടെന്നുള്ള പുറത്തു വരാൻ നിങ്ങൾ തന്നെ ഒരു ആക്ഷൻ എടുക്കും. ഓക്കെ, യെസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ നിങ്ങൾക്കുള്ള അഡ്വൈസ് കാർഡ്സ് കൂടി എടുത്തേക്കാം. ഫൈനാൻഷ്യൽ ഹെൽത്ത്, ഓക്കെ, ഗുഡ്. പാഷൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ, പാഷനേറ്റ്. ഓക്കെ, കറേജ്, യെസ്. ധൈര്യം, ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ, യെസ്. ഇവിടെ നിങ്ങൾ സ്വയം, നിങ്ങളാണ് മാറ്റം, നിങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചേഞ്ച് ആവുകയാണ്. യുവർ ലൈഫ് ഇസ് ചേഞ്ചിങ്. നിങ്ങൾ തന്നെ ഉള്ളിൽ നിന്ന് നിങ്ങൾ തന്നെ മാറുകയാണ്. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആവുകയാണ് കുറെ കൂടി. നിങ്ങൾ കുറെ കൂടി ധൈര്യത്തോടെ, കറേജോടെ നിങ്ങൾ ആക്ഷൻ എടുക്കാവുന്ന ഒരു എനർജിയാണ് എനിക്ക് വരുന്നത്. ആ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളിലാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ ബട്ടർഫ്ലൈ എന്ന ലയണായി എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, ഇതുവരെ നിങ്ങളെല്ലാം സഹിച്ചു നിന്ന, എല്ലാം തൊട്ടാവാടി പോലെ നിന്നിരുന്ന നിങ്ങളിപ്പോൾ ഒരു സിംഹത്തിനെ പോലെ ആവുകയാണ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ പറയുന്നതിൽ ഐ എം ഷുവർ ഇത് തന്നെയായിരിക്കും. ആൻഡ് ഇവിടെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹങ്ങൾ, ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന രീതിയിലാണ്. ഇതിപ്പോൾ പാഷൻ എന്ന് പറയുമ്പോൾ പാട്ടും ഡാൻസും ഇതും മാത്രമൊന്നുമല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് താല്പര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് റിലാക്സ് ചെയ്യണോ, ബുക്ക് വായിക്കണോ, പാട്ടുകൾ കേൾക്കണോ, എന്തും പാഷൻ തന്നെയാണ് നമുക്ക്. ഓക്കെ, സോ അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളുടെ അഗെയിൻ ന്യൂ ബിഗിനിങ് വരും. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ന്യൂ ബിഗിനിങ്, ഒരു ന്യൂ സ്റ്റാർട്ടാണ് വരുന്നത്. ട്രാൻസ്ഫോർമേഷൻ അല്ലേ, നമ്മൾ ബട്ടർഫ്ലൈ ആയിട്ട്, അതായത് നമ്മുടെ എന്താണ് പ്യൂപ്പ തുറന്ന് കാറ്റർപില്ലർ മാറിയിട്ട് ബട്ടർഫ്ലൈ ആവുമല്ലോ. ഓക്കെ, അതിനൊരു ആക്ച്വലി ഇവിടെ ബട്ടർഫ്ലൈ എന്ന് നിങ്ങൾ ലയണാണ് ആവുന്നത്. സോ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ ഫേസ് ആണ് ഇവിടെ. ഓക്കെ, ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളിലാണ് മാറ്റം വരുന്നത്. ഓക്കെ, ആൻഡ് ഫൈനാൻഷ്യൽ ഹെൽത്ത്, യെസ്, മെയിൻലി എനിക്ക് കാണുന്നത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ട് ഒരു സമയമായിട്ടാണ്. ഓക്കെ, ബാക്കി കാര്യങ്ങൾ കരിയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, അത് ഓർക്കുക. സോ അതിന് വേണ്ട സ്റ്റെപ്സ് നിങ്ങൾ ധൈര്യത്തോടെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, അതാണ് എല്ലാവർക്കും മെസ്സേജ്. ഇന്നത്തെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.